കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഉത്തർപ്രദേശിലെ റോഡുകളുടെ കുഴികളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ റോഡുകളുടെ കുഴി ഉണ്ടാകുന്നതും അതിൽ ടാർ ഇല്ലാത്ത അവസ്ഥയും ഇമൽഷൻ ഇല്ലാത്ത അവസ്ഥയും അങ്ങനെ പണിതുവെച്ച എഞ്ചിനീയർക്ക് യോഗി ആദിത്യനാഥിന്റെ വകയുള്ള പാരിതോഷികവും എല്ലാം പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ യോഗി ആദിത്യനാഥിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണെന്നും നമ്മൾ പറഞ്ഞു. എന്നിട്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിക്ക്, കേരളത്തിലെ റോഡുകളെല്ലാം ന്യൂയോർക്ക് ലെവലിലാക്കുന്ന ആ മന്ത്രിക്ക് യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കാൻ ഒരു ഉപദേശം എന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തത്. ഇന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, മഹാകുംഭമേളയെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. 12 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള ഉത്തർപ്രദേശിൽ അരങ്ങേറുന്നത്. ഏകദേശം 25 കോടിയോളം ജനങ്ങൾ മഹാകുംഭമേളയ്ക്ക് അങ്ങിങ്ങ് നിന്നായി എത്തും എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. 1 കോടി ഭക്തർ വരുന്ന ശബരിമലയിൽ നമ്മുടെ ദേവസ്വം ബോർഡിന് അവിടെ സുരക്ഷ പരിപാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. ശബരിമല മണ്ഡലകാല സീസൺ ആവുമ്പോൾ ഇവിടെയുള്ള ദേവസ്വം ബോർഡിന് നേരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്, പല തരത്തിലുള്ള ആരോപണങ്ങൾ. ഇന്നും പോലീസിന് നേരെ ഒരു ദിവ്യാംഗനെ ഡോളി കൊടുത്തില്ല എന്ന രീതിയിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് യോഗി ആദിത്യനാഥും അവിടെയുള്ള പോലീസും സേവാഭാരതിയും ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് നിന്നുകൊണ്ട് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇതിൽ സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സേവാഭാരതിക്ക് 10,000 മുതൽ 25,000 വരെ വോളണ്ടിയേഴ്സ് ആണ് മഹാകുംഭമേളയ്ക്ക് അവർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നായി നിയോഗിക്കപ്പെടുന്നത്. 50 പേരടങ്ങുന്ന ഒരു സേവാഭാരതിയുടെ വോളണ്ടിയർ ഗ്രൂപ്പിന് ഒരു പോലീസിന്റെ തലവനെയായിരിക്കും നിയോഗിക്കുക. അതായത് ഈ 50 പേർ ഒരു പോലീസിന്റെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. വിവിധ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും ഈ സേവാഭാരതിക്കാർ എന്നുള്ളതാണ്. താമസം, ഭക്ഷണം, അതായത് വരുന്ന ടൂറിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റ് ഭക്തരുടെയും താമസം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട രോഗ ശുശ്രൂഷ, അവർക്ക് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി തരം തിരിഞ്ഞുകൊണ്ട് ഒരുക്കുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. 5000-ഓളം ആംബുലൻസ്, താൽക്കാലിക സംവിധാനങ്ങൾ, താൽക്കാലിക പരിപാലന കേന്ദ്രങ്ങൾ, ആഹാരങ്ങൾ എന്നിവ അവർ ഒരുക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആംബുലൻസ് മാത്രമല്ല, താൽക്കാലിക ആശുപത്രികളും ഈ സേവാഭാരതിയുടെയും പോലീസിന്റെ കീഴിൽ ക്ലീനായി റെഡിയായി നിൽക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. കുംഭമേളയിൽ 25 കോടി ജനങ്ങൾ വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ഭൂരിഭാഗവും വിദേശികളാണ് എന്നുള്ളതാണ്. ഈ വിദേശികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ യോഗി ആദിത്യനാഥ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. കാരണം അവർ വന്നാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിൽ ചലിക്കുകയുള്ളൂ. ടൂറിസം ഒരു വലിയ വരുമാനം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് വിദേശികൾ വലിയ രീതിയിൽ യോഗി എത്തിയ ശേഷം വരുന്നു. യോഗി ഉത്തർപ്രദേശിലെ കുംഭമേളയെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഒരാൾ പോലും കുംഭമേളയെ കുറ്റം പറയാത്ത രീതിയിലാണ് യോഗി ആദിത്യനാഥ് കുംഭമേള സംഘടിപ്പിക്കുന്നത്. ഇതിന് അവിടുത്തെ പോലീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പോലീസിന്റെ പങ്ക് നിസ്തുലമാണ്. ഒരു പക്ഷിക്കുഞ്ഞു പോലും പറക്കാൻ കഴിയാത്ത പഴുതടച്ച സുരക്ഷയാണ് ഉത്തർപ്രദേശ് പോലീസ് കുംഭമേളയ്ക്ക് നടത്തുന്നത് അല്ലെങ്കിൽ ഒരുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വാരണാസിയിൽ പോലീസിന്റെ ഒരുക്കങ്ങൾ ശക്തമാണ്. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് പോലീസിന്റെ ഒരുക്കങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലൊക്കെ എത്തുകയാണെങ്കിൽ പോലീസ് സജ്ജമായിരിക്കും, പക്ഷേ ഭക്തർക്ക് അവിടെ അതിഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പോലീസ് ഒരുങ്ങി നിൽക്കുന്നു, പക്ഷേ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പ്രയാഗ്രാജിൽ സംഘടിപ്പിക്കുന്ന കുംഭമേള കണക്കിലെടുത്ത് പോലീസ് വകുപ്പിന്റെ ഒരുക്കങ്ങൾ ഇത്തരത്തിലാണ്. ഓരോ 5 കിലോമീറ്ററിലും ഒരു പോലീസ് പോസ്റ്റ് സ്ഥാപിക്കും എന്നാണ് പോലീസ് കമ്മീഷണർ മോഹിത് അഗർവാൾ പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ പുരുഷ പോലീസും ഉണ്ടാകും, വനിതാ പോലീസും ഉണ്ടാകും. പോരാത്തതിന് ദേശീയ സംസ്ഥാന പാതകളിൽ 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് തുടരും. അങ്ങനെ വീഴ്ച വരുത്തുന്നവർക്ക് യോഗി ആദിത്യനാഥിന്റെ പ്രത്യേക സമ്മാനം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ടൂറിസ്റ്റ് പോലീസ് എന്നുള്ളതാണ് വേറൊരു ആശയം എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് പോലീസ് ഭക്തർക്ക് വഴികാട്ടിയായിരിക്കണം. ഈ പോലീസ് ഭക്തരോട് ഭക്തിയോടെ മാന്യമായി പെരുമാറണം. ഭക്തർക്ക് വഴികാട്ടിയായി എല്ലാ ഗംഗാഘട്ടിലും വാട്ടർ പോലീസിന്റെയും 11 NDRF ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. ഇവർ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ പോലീസിന്റെ പണിയും കൃത്യമായി അവർ തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തവണ മഹാകുംഭമേളയ്ക്ക് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ദേവസ്വം ബോർഡും ശബരിമലയിലെ പോലീസുകാരും കണ്ടുപഠിച്ചാൽ എത്ര നന്നായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.